സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികയുടെ കാല് സാമ്പാർ വീണ് പൊള്ളിയതുകൊണ്ട് തന്നെ വരുൺ വേഗം രാധികനെ കൂട്ടി റൂമിലെത്തുവാണ്. എന്നിട്ട് രാധികയുടെ കാലിൽ തൂവലൊക്കെ കൊണ്ട് തൈലത്തി മുക്കി അത് രാധികയുടെ കാലിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കുവാണ് കേട്ടോ. ഈ സമയം രാധികയാണെങ്കിൽ വരുണിൻ്റെ ആ സ്നേഹവും കരുതലും കണ്ട് വരുണിനെ തന്നെ നോക്കിയിരിക്കുവാണ്. അന്നേരം വരുൺ പറയുന്നുണ്ട്, എടോ രാധികെ, ഈ പണ്ടത്തെ ആൾക്കാരുടെ ഈ വക ചികിത്സാ രീതിയൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ നല്ലത് തന്നെയാണ്. നമ്മളെന്താ ചെയ്യുക, ഒരു മുറിവ് പറ്റിയാലോ പൊള്ളൽ സംഭവിച്ചാലോ വേഗം പോയി ഒരു ഓയിൽമെൻ്റ് എടുക്കും, അത് തേക്കും. എന്നാൽ പണ്ടുള്ളവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നറിയോ? ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഒരു ചെറിയ സ്പർശം കൊണ്ട് പോലും നമ്മൾ സ്നേഹിക്കുന്ന ആൾക്ക് ഒരു വേദന ഉണ്ടാകാൻ പാടില്ല. അവർക്ക് ആ ഒരു കാര്യത്തിലും അവരെക്കുറിച്ചുള്ള ശ്രദ്ധയും കെയറും ഒക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ പഴയ പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് പണ്ടത്തെ ആൾക്കാർ തമ്മിലുള്ള സ്നേഹവും അവർ മനസ്സിൽ സൂക്ഷിക്കുന്ന ഇത്തരം ചിന്താഗതികൾ എത്രത്തോളം വിലമതിക്കാനാവാത്തതുമാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. തനിക്കിപ്പോൾ എങ്ങനെയാ കാലുവേദന തോന്നുന്നുണ്ടോ? ഇങ്ങനെ ഒരാൾ എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ടല്ലോ, പിന്നെ എനിക്കെങ്ങനെ വേദന തോന്നാനാ എന്ന് രാധിക പറയുക. ഒരു 2 ദിവസത്തേക്ക് തനിക്കിതുപോലെ കാലിൽ മരുന്നിട്ട് തന്ന് ഇങ്ങനെ ഇരിക്കാനേ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ നാട്ടുകാർ ഈ കാര്യം അറിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ രണ്ടുപേരെയും ഗിന്നസ് ബുക്കിൽ ചേർക്കും. 48 മണിക്കൂർ തുടർച്ചയായിട്ട് ഇങ്ങനെ മരുന്ന് പുരട്ടി തന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നേരം രാധിക ചിരിച്ചുകൊണ്ട് പറയണേ, തൽക്കാലം നമുക്കിപ്പോൾ ആ ബുക്കിൽ കയറണ്ട കേട്ടോ, മതി അതൊക്കെ അവിടെ മാറ്റി വെച്ചേ. എനിക്ക് ചെറിയൊരു പൊള്ളലേ പറ്റിയിട്ടുള്ളൂ, അല്ലാതെ ഇത്രക്കധികം വേദനയൊന്നുമില്ല കേട്ടോ. താനിങ്ങനെ പറയുള്ളൂന്നറിയാം, എന്താണെങ്കിലും തൽക്കാലം ഞാൻ റെസ്റ്റ് എടുക്ക്, ഇപ്പോൾ ആവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അന്നേരം രാധിക പറയണേ, അയ്യടാ അങ്ങനെ റെസ്റ്റൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നത് വരെ നമ്മൾ എന്ത് പ്രശ്നം തന്നെ വന്നാലും അതിൻ്റെ മുമ്പിലൊന്നും തളരാൻ പാടില്ല. അങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും വിട്ടുകളയാൻ പറ്റില്ലല്ലോ. ഈ സമയം വരുൺ പറയണേ, ദേ എന്നെഴുതി ആവശ്യമില്ലാതെ റെസ്റ്റൊന്നുമില്ലാതെയുള്ള ജോലിയൊന്നും വേണ്ട കേട്ടോ. ദേ തൻ്റെ കാലിന് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. തൻ്റെ ഈ കാലിൻ്റെ ബലത്തിലല്ലേ ഞാനും ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും സംഭവിച്ചാലോ? അതുകൊണ്ട് തൽക്കാലം കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാം. ഈ സമയം രാധിക ചോദിക്കുന്നുണ്ട്, അല്ല ഇത് ചുമ്മാ പറഞ്ഞതാണോ അതോ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ചിന്ത കിടക്കുന്നുണ്ടോ? വരണിപ്പോൾ എൻ്റെ ബലത്തിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ എന്തെങ്കിലും ആണോ മനസ്സിലിപ്പോൾ ചിന്തിച്ചു കൂട്ടുന്നത്? അന്നേരം വരൺ പറയണേ, അതാണെങ്കിലും ഇപ്പോൾ പറഞ്ഞതിൽ ആ തോന്നലില്ല. താൻ കാലുകളിലിരിക്കുന്നതല്ലേ, അപ്പം മനസ്സിന് സുഖമുള്ള എന്തെങ്കിലും പറയാമെന്ന് കരുതി. അങ്ങനെ പറഞ്ഞ് രാധിക വരുണും ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ആശ്രമം കേട്ടോ. അവിടെയുള്ള എല്ലാ അന്തേവാസികളും അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. ശ്യാമയും ഒരു മൂലക്കിരിക്കുവാണ്. അങ്ങനെ അവിടുത്തെ ആ സ്റ്റാഫ് എല്ലാവർക്കുള്ള ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുവാണ്. ശ്യാമക്കും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ശ്യാമ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുള്ള കയ്യിലെടുത്തിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ശ്യാമയുടെ മനസ്സിലേക്ക് പഴയ ചില ഓർമ്മകൾ വരുന്നത്. രാധികക്ക് താൻ ഭക്ഷണം വാരിക്കൊടുത്ത കാര്യവും തിരിച്ച് രാധിക ഭക്ഷണം വാരി തന്നതും അതൊക്കെ ഒരു മങ്ങിയ ഓർമ്മയായിട്ട് ശ്യാമയുടെ മനസ്സിലേക്ക് വീണ്ടും തെളിഞ്ഞു വരുവാണ്. അങ്ങനെ ശ്യാമ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് നേരെ ശങ്കർജിയുടെ അരികിലേക്ക് ചെല്ലുവാണ്ടോ. ഈ സമയം ശങ്കർജിയും ഊർമിളയും കൂടി സംസാരിച്ച് നിൽക്കുമായിരിക്കും. അന്നേരം ശ്യാമ അരികിലേക്ക് വന്നിട്ട് പറയണേ, അതെ എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ആണോ? എന്താ ഓർമ്മ വന്നത്? അത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ എവിടെ? എനിക്ക് അവരുടെ അരികിലേക്ക് പോകണം. ആരാണ് ഒപ്പം ഉണ്ടായിരുന്നത്? അത് ഓർമ്മയില്ല, പക്ഷേ അവരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വരും. ശരി, സമാധാനമായിട്ടിരിക്കുക, നമുക്ക് പോകാം. പതിയെ ആ മുഖങ്ങളൊക്കെ ഓർമ്മ വരും കേട്ടോ. ചില്ല് പോയിരുന്ന് ഭക്ഷണം കഴിക്കുക. അങ്ങനെ ശ്യാമേനെ അവിടുത്തെ സ്റ്റാഫായ സ്നേഹ കൂട്ടിക്കൊണ്ടു പോകുവാണ്. അങ്ങനെ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ പിടിച്ചിരുത്തുവാണ് കേട്ടോ. ഈ സമയം ശ്യാമയാണെങ്കിൽ എന്തോ ചില കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഊർമിള കുറച്ചങ്ങ് മാറി ബെഞ്ചമിനെ ഫോണിൽ വിളിക്കുക. എന്താ ഊർമിളെ, എന്താ അവിടുത്തെ കാര്യങ്ങളൊക്കെ? ബെഞ്ചമിൻ, ഇന്നിവിടെ ശ്യാമയെ നോക്കാനായിട്ട് ഒരു ഡോക്ടർ വന്നിരുന്നു. ശങ്കർജി വിളിച്ചതാ. എന്നിട്ട് ആ ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞത് ശ്യാമയുടെ മനസ്സിലെ മെമ്മറീസൊക്കെ ബ്ലോക്കായി കിടക്കുവാണെന്നാണ്. ചിലപ്പോൾ കുറച്ച് നാളിലത് ഓർമ്മ വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് സമയം എടുത്തേക്കാം എന്നൊക്കെയാണ്. പിന്നെ മറ്റൊന്നും കൂടി സംഭവിച്ചു. ഇന്നിവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേ ശ്യാമക്ക് ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. അത് പറയാനായിട്ട് ശങ്കർജിയുടെ അരികിലേക്കും വന്നതാ. എന്നിട്ടെന്തു പറ്റി? പക്ഷേ അതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവ്യക്തമായ ചെറു ഓർമ്മകളാണ് ശ്യാമയുടെ മനസ്സിലുള്ളത്. കുറേ നേരം അത് പറയാൻ പാടുപെട്ടു, പക്ഷെ അതിന് കഴിഞ്ഞില്ല. അന്നേരം ബെഞ്ചമിൻ പറയുന്നുണ്ട്, ആ ശ്യാമക്ക് ഒരു കാരണവശാലും ഓർമ്മ തിരിച്ചു കിട്ടാൻ പാടില്ല. അവൾ കുറച്ച് നാൾ കൂടി അവിടെ കിടന്നേ പറ്റുള്ളൂ. അല്ല, ഊർമിളയ്ക്ക് എന്താ തോന്നുന്നത്? അന്നേരം ഊർമിള പറയുന്നുണ്ട്, ഞാൻ ഇത്രയും നാളത്തെ പരിചയത്തിൽ വെച്ച് പലതരത്തിലുള്ള മാനസിക രോഗികളെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇവരുടെ കാര്യത്തിൽ കുറച്ച് പ്രശ്നമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇവരുടെ ഓർമ്മകളൊക്കെ മനസ്സിൽ നിന്ന്
എവിടെയോ മറിഞ്ഞു കിടക്കുവാണല്ലോ. അതൊക്കെ പതിയെ പതിയെ പുറത്തേക്ക് വരുവാണ്. ഇങ്ങനെ പോകുവാണെങ്കിൽ അധികം വൈകാതെ ആ സ്ത്രീ എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കും. അങ്ങനെയാ എനിക്ക് തോന്നുന്നത്. അന്നേരം ബെഞ്ചമിൻ പറഞ്ഞേ, അതിന് അങ്ങനെ ഒരു കാര്യം ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഒരു കാരണവശാലും ഷാമയുടെ ഓർമ്മകൾ തിരികെ വരാൻ പാടില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവിടെ വന്നൊരു ഇഞ്ചക്ഷൻ തരാം. അത് എങ്ങനെയെങ്കിലും ഷാമയുടെ ദേഹത്ത് ഇഞ്ചക്ട് ചെയ്താൽ മതി. പിന്നീട് അവൾക്ക് ഒരു ഓർമ്മയും വരാൻ പോകുന്നില്ല. എന്താണെങ്കിലും കുറച്ച് നാൾ കൂടി അവളവിടെ കിടന്നേ പറ്റുള്ളൂ. അവളെ തൽക്കാലം മറ്റൊരിടത്തേക്ക് മാറ്റാൻ പറ്റില്ല. ശരി ബെഞ്ചമിൻ, ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തോളാം. ബെഞ്ചമിൻ എനിക്ക് ആവശ്യത്തിലധികം തുക തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നന്ദി ഞാൻ എന്താണെങ്കിലും കാണിക്കും. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ ഊർമിള. പിന്നീട് കാണിക്കുന്നത് റൂമിലിരിക്കുന്ന വരുണിനെയും രാധികനെയാണ്. ഈ സമയം വരുൺ ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. രാധിക കണക്കുകളും മറ്റും എഴുതുമായിരിക്കും. അന്നേരം കോളിംഗ് ബെൽ ആരോ അടിക്കുവാണ്. രാധിക അങ്ങനെ എഴുത്തൊക്കെ മതിയാക്കി ആരാണെന്ന് നോക്കാൻ വേണ്ടി അവിടെ നിന്ന് പോകാൻ തുടങ്ങുമായിരിക്കും. അന്നേരം വരുൺ പറയണേ, ഹലോ, ഇതെങ്ങോട്ടാ? അവിടെ ഇരുന്നാൽ മതി, ഞാൻ പോയി നോക്കിക്കോളാം. അതെ, എൻ്റെ കാലിൽ ചെറിയൊരു പൊള്ളൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ എൻ്റെ കാല് മുറിച്ച് മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. എന്ത് തന്നെ പറഞ്ഞാലും ശരി, ഇതേ ഞാൻ പോയി നോക്കിക്കോളാം. ആഹാ, അത്രക്കായോ എന്നും പറഞ്ഞ് രാധികയും വരുണിൻ്റെ പിന്നാലെ തന്നെ ഏന്തി വലിഞ്ഞുവാണെങ്കിലും അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ വരുൺ വന്ന് ഡോറ് തുറക്കുവാണ് കേട്ടോ. പുറത്ത് ഒരു പയ്യൻ നിൽക്കുന്നുണ്ടാവും. ഇത് ആറ്റുവശ്ശേരി സദ്യ നടത്തുന്നത്? ആ അതെ, വന്നോളൂ, അകത്തേക്ക് കയറിയിരിക്കൂ എന്നും പറഞ്ഞ് വരുൺ അയാളെ അകത്ത് കയറ്റിയിരുത്തുവാണ്. ഈ സമയം രാധികയും എത്തിയിട്ടുണ്ടാവും. ഞാൻ നിങ്ങളുടെ ആറ്റുവശ്ശേരി സദ്യയെക്കുറിച്ചൊക്കെ കേട്ടറിഞ്ഞ് വന്നതാണ്. എൻ്റെ പല ബന്ധുക്കാരും നിങ്ങളുടെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ 6 രൂപ വെച്ച് ഇങ്ങോട്ട് വന്നത്. നിങ്ങളാണോ സദ്യ നടത്തുന്നത്? ആ അതെ, ദേ ഇതാ എൻ്റെ ഭാര്യ രാധിക. ഇയാളാണ് ആറ്റുവശ്ശേരി സദ്യയുടെ ഓളിനോള്. നമസ്കാരം. ഞാനേ ഒരു ഓർഡറിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതാ. എൻ്റെ മകളുടെ പിറന്നാളാണ്. അപ്പോൾ പിറന്നാളിന് ആറ്റുവശ്ശേരി സദ്യ തന്നെ വേണം എന്നാണ് ബന്ധുക്കളുടെയൊക്കെ ഒരാഗ്രഹം. ഒരു മോളുടെ പിറന്നാളല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഒരു 10-100 പേരുടെ പരിപാടിയാണ്. ഐറ്റംസ് എന്തൊക്കെയാണ് വേണമെന്ന് ഞാൻ പറയാം. പക്ഷേ ഒരു കാര്യമേ ഉള്ളൂ, നാളെയാണ് മോളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ. നാളത്തേക്കാണ് അപ്പോൾ സദ്യ വേണ്ടത്. അന്നേരം വരുൺ പറയണേ, അയ്യോ സോറി സാർ, അത് പറ്റില്ല. നാളത്തേക്ക് ഒരു 100 പേർക്കുള്ള സദ്യ എന്ന് പറയുമ്പോൾ ഞങ്ങളെക്കൊണ്ട് പറ്റില്ല സാർ. അയ്യോ അങ്ങനെ പറയല്ലേ, എൻ്റെ മോളുടെ പിറന്നാളിന് വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ്. ഇപ്പം നിങ്ങൾ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാകും. അന്നേരം വരുൺ പറയണേ, നാളെയല്ലേ പിറന്നാൾ, അതിന് ഇന്ന് വന്ന് പറയുമ്പോൾ ഞങ്ങൾക്കതിനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കണ്ടേ? അതിനൊന്നും തീരെ സമയമില്ല. മാത്രമല്ല രാധികയുടെ കാലിന് വയ്യാതിരിക്കുക, അതുകൊണ്ട് ഇയാളെ കൊണ്ട് ഒറ്റക്കൊന്നും അത് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഈ സമയം രാധിക പറയുന്നുണ്ട്, സാരമില്ല വരുൺ, ഞങ്ങൾ നോക്കിക്കോളാം. ചേട്ടൻ്റെ അഡ്രസ്സും സ്ഥലമൊക്കെ പറഞ്ഞാൽ മതി. സദ്യയായിട്ട് ഞങ്ങൾ കൃത്യസമയത്ത് നാളെ അവിടെ ഉണ്ടാവും. എടോ രാധിക, വരുൺ നമുക്ക് നോക്കാം. എന്നാൽ ശരി, ഇതാ അഡ്വാൻസ്. അങ്ങനെ പറഞ്ഞ് വരുണിന് നേരെ നീട്ടുക. അങ്ങനെ രാധികയുടെ വരുൺ വാങ്ങാൻ പറയുവാണ് കേട്ടോ. രാധിക അങ്ങനെ ആ പണമൊക്കെ വാങ്ങുന്നുണ്ട്. എന്നാൽ ശരി എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം വരുൺ ചോദിക്കുന്നുണ്ട്, എടോ രാധികെ, തൻ്റെ കാലിന് വയ്യാതിരിക്കുകയല്ലേ, റെസ്റ്റ് വേണ്ടേ? ആ സമയത്ത് എന്തിനാ ഇതൊക്കെ ഏറ്റെടുക്കാൻ പോയത്? 100 പേരുടെ സദ്യയല്ലേ, അതെങ്ങനെയാ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത്? അന്നേരം രാധിക പറയണേ, നമുക്ക് നോക്കാന്നേ, ഞാൻ ഒറ്റക്കൊന്നും അല്ലല്ലോ, എല്ലാവരും കൂടെയില്ലേ. ചേച്ചിമാരോടൊക്കെ പറഞ്ഞാൽ അവരെല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കും. നമുക്കെല്ലാവർക്കും കൂടി ഒത്തുപിടിച്ച് ഇത് നിഷ്പ്രയാസം ചെയ്തു തീർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ 100 പേരുടെ സദ്യ എന്നൊക്കെ പറഞ്ഞാൽ അത് ചുമ്മാ അങ്ങ് വിട്ടുകളയാൻ പാടില്ലല്ലോ വരുൺ. വന്നേ, ഇനി ഒരു സമയം പോലും കളയാനായിട്ട് നമ്മുടെ മുമ്പിലില്ല. വേഗം എല്ലാവരും കൂടി ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും എത്തിക്കാൻ പറ്റും. വേഗം വാ. അങ്ങനെ പറഞ്ഞ രാധിക അടുക്കളയിലേക്ക് ഓടിപ്പോകുവാണ്. അതുകൊണ്ട് വരുൺ ചിരിച്ചുകൊണ്ട് പറയണേ, ചേടാ ഇയാളുടെ ഒരു കാര്യം. പിന്നീട് കാണിക്കുന്നത് സാറേയും ചന്ദ്രശേഖരനും കൂടി പുറത്തെ റോട്ടിൽ ആരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാ. അന്നേരം ചന്ദ്രശേഖരൻ ചോദിക്കുന്നുണ്ട്, അല്ല സാറാ, കുറച്ച് നേരമല്ലോ നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്, ആരെ കാണാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്? എൻ്റെ ചന്ദ്രു, എന്താ ഇത്, 2 മിനിറ്റിലേ നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ടായുള്ളൂ, അപ്പോഴേക്കും ചന്ദ്രുവിന് ബോറടിച്ചോ? ഏയ് അങ്ങനെയൊന്നുമില്ല സാറാ, ഒന്നുമില്ലെങ്കിലും സാറോടെ പോലെ നിൽക്കുന്നത്, അപ്പോൾ ഒരു സമയം പോലും എനിക്കങ്ങനെ ബോറടിക്കുന്നതായിട്ട് തോന്നുമോ? ഇല്ലല്ലോ. പിന്നെ സാറാ ഇത്തരം സ്ഥലത്ത് ഇങ്ങനെ വന്ന് നിൽക്കാറില്ല, അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ നമ്മളെ കാണാനായിട്ട് ഒരാൾ വരുന്നുണ്ട്, അയാൾക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. ഈ സമയത്ത് വരുണിൻ്റെ ആദ്യമേക്കും ഓർഡർ കൊടുക്കാൻ പോയ ആളുണ്ടല്ലോ, അയാൾ സാറയുടെ അരികിലേക്ക് എത്തുവാം. അങ്ങനെ സാറയാണെങ്കിൽ ആ ആളെ ചന്ദ്രശേഖരനെ പരിചയപ്പെടുത്തി കൊടുക്കുക. ചന്ദ്രു, ഇതാണ് ജോൺസൺ, എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. എന്താ ജോൺസൺ, ഞാൻ പറഞ്ഞ കാര്യം ചെയ്തു മാഡം. സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ മോളുടെ പിറന്നാൾ ഇത്ര ആർഭാടമായിട്ടും ഗ്രാൻഡായിട്ടും നടത്താൻ മാഡത്തിൻ്റെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ്. പിന്നെ മാഡം പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്ന് തന്നെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അഡ്വാൻസും കൊടുത്തു. നാളെ അവർ ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
എന്നാൽ ശരി, ജോൺസൺ പൊക്കോ. നാളത്തെ ഫംഗ്ഷനോ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തു തീർത്തോളൂ. ഞങ്ങൾ നാളെ എത്തിക്കോളാം. എന്നാൽ ശരി, അങ്ങനെ പറഞ്ഞ് ജോൺസൺ അവിടെ നിന്നും പറഞ്ഞു വിടുവാണ്. ഈ സമയം സാറ് ചോദിക്കുന്നുണ്ട്, ഈ ജോൺസൺ ഇപ്പോൾ എവിടെ നിന്നാണ് വന്നതെന്നറിയോ? ആറ്റുവാശ്ശേരി സദ്യയെന്ന്. നാളെ ജോൺസൻ്റെ മകളുടെ പിറന്നാളാന്ന് പറഞ്ഞല്ലോ, അവിടത്തേക്ക് സദ്യ വിളമ്പുന്നത് ആറ്റുവാശ്ശേരി സദ്യയാണ്. ഞാനാ ജോൺസൺ എങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. അതേക്കുന്നതും ചന്ദ്രശേഖർ ചോദിക്കണേ, അല്ല സാറാ, എനിക്ക് സാറേ മനസ്സിലാവുന്നേ ഇല്ല. ആറ്റുവാശ്ശേരി സദ്യ എങ്ങനെയെങ്കിലും പൂട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് അവർക്കിപ്പോൾ സാറയായിട്ട് തന്നെ മുന്നിൽ നിന്ന് ഓർഡർ പിടിച്ച് കൊടുക്കുവാണോ? അല്ലെങ്കിൽ തന്നെ സാറ് നടത്തുന്നൊരു പരിപാടിക്ക് ആറ്റുവാശ്ശേരി സദ്യയാണോ വിളമ്പേണ്ടത്? ഈ സമയം സാറ് ചിരിച്ചുകൊണ്ട് പറയണേ, ഇതേ ഈ പരിപാടി നടത്താനല്ല എൻ്റെ ഉദ്ദേശം. ആറ്റുവാശ്ശേരി സദ്യ അവിടെ വിളമ്പാൻ വേണ്ടിയാണ് ഈ പരിപാടി തന്നെ ഞാൻ ഏറ്റെടുത്ത് നടത്താമെന്ന് പറഞ്ഞത്. ഞാൻ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഗ്രാൻഡായിട്ട് നടത്താൻ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ ജോൺസൻ്റെ ഭാര്യേൻ്റെ മകളുടെയൊക്കെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അതിനുവേണ്ടി ഇപ്പോൾ ഒരു വീട് തന്നെ റെൻറ്റിനെടുത്തിരിക്കുവാണ്. പിന്നെ എന്നെ വെല്ലുവിളിച്ച ആ രാധികയെ വളരാൻ ഞാൻ അനുവദിക്കില്ലെന്ന് ചന്ദ്രനോട് പറഞ്ഞതല്ലേ. നോക്കിക്കോ, നാളത്തെ ദിവസമായിരിക്കും ആറ്റുവാശ്ശേരി സദ്യ അവസാനമായിട്ട് വിളമ്പുന്നത്. പിന്നെ വരനും രാധികയും ഒക്കെ ജയിലിലായിരിക്കും. അവരുടെ ആറ്റുവാശ്ശേരി സദ്യ എന്നേക്കുമായിട്ട് പൂട്ടിക്കാനുള്ള ഓർഡറാണ് ഇപ്പം ഞാൻ ജോൺസനെ കൊണ്ട് അവർക്ക് കൊടുത്തത്. നാളത്തെ ആറ്റുവാശ്ശേരി സദ്യ കഴിച്ച് ബലിയാടാകാൻ പോകുന്ന ആൾക്കാരാ ജോൺസനും ജോൺസൻ്റെ കുടുംബം, അവിടെ വരുന്ന ആളുകളും ഒക്കെ. എനിക്ക് നേരെ അവൾ വിരൽ പൊക്കിയ ആ നിമിഷം തന്നെ അവളുടെ തകർച്ച ഞാൻ കുറിച്ചു വെച്ചതാണ്. ആ ദിവസമാണ് നാളെ രാധികയുടെയും അവളുടെ ആറ്റുവാശ്ശേരി സദ്യയുടെയും അവസാനം. അങ്ങനെ പറഞ്ഞ് സന്തോഷിച്ച് നിൽക്കുവാണ്ടോ സാറേ ചന്ദ്രശേഖരനുമൊക്കെ. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ നേരെ ഉരുട്ടിയിട്ടും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ആറ്റുവാശ്ശേരി സദ്യക്കുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. തിരുമേനിയും യശോദയും മുത്തശ്ശിയും വരനും എല്ലാവരും ചേർന്ന് പച്ചക്കറികളും മറ്റും അരിയുവാണ്. ഈ സമയം ബാക്കി ചേച്ചിമാരും രാധികയൊക്കെ ചേർന്ന് ഓരോരോ കറികളായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ നാളത്തെ ഓർഡറിനായിട്ട്. അന്നേരം ആ ചന്ദ്രികയാണെങ്കിൽ ഓടി നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. ഈ സമയം മുത്തശ്ശി പറയണേ, ചന്ദ്രയ്ക്ക് നല്ല സ്പീഡുണ്ടല്ലോ, പിന്നെ അത് സൂപ്പർ ഫാസ്റ്റാണ് എന്ന് വരനും പറയുന്നുണ്ട്. ഈ സമയം അവരോരോ കാര്യങ്ങളും തമാശയൊക്കെ പറഞ്ഞ് ആ ജോലിയൊക്കെ വളരെ ആസ്വദിച്ച് തന്നെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. രാധികയും എല്ലാ കാര്യത്തിനും മേൽനോട്ടം വഹിച്ച് അവിടെ തന്നെ ഉണ്ടാകും. ഇതേസമയം ചന്ദ്രികയാണെങ്കിൽ അവിടെയുള്ളൊരു ചേച്ചിയോട് ഇപ്പോൾ വരാമേ എന്ന് പറഞ്ഞ് ഫോണും എടുത്ത് കുറച്ചങ്ങോട്ട് മാറി നിൽക്കുവാണ്. എന്നിട്ട് സാറേനെ ഫോണിൽ വിളിക്കണേ. അന്നേരം സാറാ അവിടുത്തെ കാര്യങ്ങളൊക്കെ തിരക്കുക. എന്തായി കാര്യങ്ങളൊക്കെ? മാഡം, ഇവിടെ എല്ലാവരും കൂടി സദ്യ ഒരുക്കാനുള്ള തത്രപ്പാടിലും മറ്റുമൊക്കെയാണ്. ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഒക്കെ ഓർമ്മയുണ്ട് മാഡം. കൃത്യമായിട്ടുള്ള അവസരം കിട്ടുമ്പോൾ ഞാൻ മാഡം പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളാം. എന്നാൽ ശരി മാഡം, അധിക നേരം ഇവിടെ നിന്ന് ആരുടെ ശ്രദ്ധയപ്പെടാതെ വിളിക്കാൻ പറ്റില്ല. അവർക്ക് സംശയം തോന്നിയാലോ? ഞാൻ പിന്നെ വിളിക്കാം. അങ്ങനെ പറഞ്ഞ് അപ്പം തന്നെ ചന്ദ്രിക കോള് കട്ട് ചെയ്യുവാണ്. എന്നിട്ട് തിരിയുമ്പോഴായിരിക്കും രാധിക അതുവഴി വരുന്നതും രാധിക ചന്ദ്രികയെ നോക്കുന്നതും കാണുന്നത്. ഈ സമയം രാധികയാണെങ്കിൽ ചന്ദ്രികയെ നോക്കിക്കൊണ്ട് ചോദിക്കുക, എന്തുപറ്റി ചേച്ചി? എന്താ വല്ലാത്തൊരു ടെൻഷൻ പോലെ? ഒന്നുമില്ല മോളെ, ഞാനേ വീട്ടിലേക്കൊന്ന് വിളിക്കുമായിരുന്നു. അവിടെ എൻ്റെ മോൾ ഒറ്റക്കാണല്ലോ, പേടിക്കണ്ടെന്ന് പറഞ്ഞ് അവൾക്കൊന്ന് ധൈര്യം കൊടുത്തതാണ്. ഈ സമയം രാധിക ചോദിക്കുന്നുണ്ട്, മോളെ അവിടെ ഒറ്റക്കെടുത്ത് വരാൻ ഇത്രയ്ക്ക് പേടിയാണെങ്കിൽ മോളെയും കൂടി കൂട്ടിക്കൊണ്ട് വരായിരുന്നില്ലേ? അതൊന്നും സാരമില്ല മോളെ, ഞാൻ ഇതിനു മുമ്പ് വേറെ സ്ഥലത്ത് ജോലിക്ക് പോയിരുന്നപ്പോഴും അവളിതുപോലെ ഒറ്റക്ക് നിന്നിട്ടുള്ളതാണ്. എന്നാലും ഈ പ്രായത്തിലുള്ള കുട്ടികളെയൊന്നും അങ്ങനെ ഒറ്റയ്ക്ക് നിർത്തുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്നേയുള്ളൂ. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് പരമേശ്വരനും പത്മിനിയും കൂടി മുറ്റത്ത് നിന്ന് സംസാരിക്കുന്നതാ. പരമേശ്വരൻ പറയണേ, ഇന്നിവിടെ വന്നില്ലേ ആ പയ്യൻ ബർത്ത്ഡേ ക്ഷണിക്കാനായിട്ട്? അയാളുടെ മകളുടെ ബർത്ത്ഡേക്ക്. അയാളെനിക്ക് വലിയ പരിചയമൊന്നുമില്ല, മുമ്പ് എപ്പോഴോ കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. അയാളിപ്പോൾ നമ്മളെ ബർത്ത്ഡേ ക്ഷണിക്കാൻ വന്നതിനെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. അന്നേരം പത്മിനി പറയണേ, പണ്ട് പ്രതാപത്തിലുണ്ടായിരുന്നപ്പോൾ പരമേശ്വരനെ സഹായിച്ച ആരെങ്കിലും ആയിരിക്കും. ആ ഒരു നന്ദിയും കടപ്പാടൊക്കെ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുട്ടിയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് വിളിക്കാനായിട്ട് വന്നത്. മാത്രമല്ല നമ്മളിൽ നിന്നും എന്തെങ്കിലും സഹായം കിട്ടുമെന്നും കൂടി പ്രതീക്ഷിച്ച് കാണും. അന്നേരം പരമേശ്വരൻ പറയണേ, അങ്ങനെ ഒരു ചിന്ത അയാളുടെ മനസ്സിൽ പ്രതീക്ഷിച്ചിട്ടാണ് വന്നെങ്കിൽ അയാൾ വല്ലാത്തൊരു വിഡ്ഢി തന്നെ. നമ്മുടെ ഈ അവസ്ഥയിൽ നമ്മൾ എന്ത് സഹായം ചെയ്യാനാ? നാളത്തെ ആ ഫംഗ്ഷന് പോകണോ വേണ്ടയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് പോകാമല്ലേ? അയാൾ ഒന്നുമില്ലെങ്കിലും ഇവിടെ വന്ന് വിളിച്ചതല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞവർ സംസാരിച്ച് നിൽക്കുവാണ്. ഇതേ സമയം തന്നെ അകത്ത് ചന്ദ്രശേഖരനോട് സാറ് പറയുന്നുണ്ട്, ജോൺസൻ്റെ മകളുടെ ബർത്ത്ഡേ ഫംഗ്ഷന് ഇവിടെ നിന്നും ചന്ദ്രുവിൻ്റെ ഏട്ടനും ഏട്ടത്തിയമ്മയും പോകണം. അവരവിടെ പോയി തിരിച്ചെത്തുമ്പോൾ ചന്ദ്രു അവർക്ക് വേണ്ടി ഒരു സമ്മാനവും കൂടി കരുതി വെക്കണം. രണ്ടിനെയും പട്ടടയിലേക്ക് ദഹിപ്പിക്കാനുള്ള വിറകും.
നാളത്തെ ദിവസം രണ്ടിൻ്റെയും അവസാന ദിവസമാണ്. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സാറേനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് രാധികയും അവരെല്ലാവരും കൂടി ചേർന്ന് അടുത്ത ദിവസം സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിരിക്കുവാണ്. എല്ലാം അങ്ങനെ പാത്രത്തിലാക്കി വെച്ചിരിക്കുവാണ് കേട്ടോ. ഈ സമയം ചന്ദ്രികയാണെങ്കിൽ ഒരു വലിയ കുട്ടടത്തിലുള്ള എന്തോ ഒരു കറി താഴത്തേക്ക് ഒഴിച്ച് കളയുന്നത് കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ രാധികയൊക്കെ ആകെ ടെൻഷനിൽ നിൽക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യും വരുൺ? അന്നേരം വരുൺ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ വല്ല നായ്ക്കളും വന്ന് മറിച്ചിട്ടതായിരിക്കുമോ? അങ്ങനെ അവരാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ടെൻഷനിൽ നിൽക്കുവാണ്. പിന്നീട് വരുണിൻ്റെ രാധികയും കൂടി എല്ലാ സാധനങ്ങളുമായിട്ട് അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അന്നേരം രാധികയ്ക്ക് വല്ലാത്ത ടെൻഷനാണ്. വരുൺ, എനിക്ക് നല്ല ടെൻഷനാവുന്നുണ്ട്. എടോ, താൻ ധൈര്യമായിട്ടിരിക്കും. അങ്ങനെ പറഞ്ഞ് രാധികയും കൂട്ടി സാധനങ്ങളെല്ലാം ഇറക്കി അവിടെ വിളമ്പാനായിട്ട് റെഡിയായി നിൽക്കുവാണ്. ഈ സമയത്തായിരിക്കും ചന്ദ്രശേഖരനും സാറയും അവിടെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്ന ആ ഒരു സ്ഥലത്തെത്തുന്നത്. അവരെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു വരുണിൻ്റെ രാധികയുടെ മുഖമൊക്കെ മാറി. ആരും അല്ലാതെ ദേഷ്യത്തിലൊക്കെ നിൽക്കുന്നതായിട്ടും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും നാളെ സംഭവിക്കാനിരിക്കുന്നത്? സാറയും ചന്ദ്രശേഖരനും കൂടി പ്ലാൻ ചെയ്തതുപോലെ അവരുടെ പ്ലാനിങ് പോലെ കാര്യങ്ങൾ നടക്കുമോ? അതോ രാധികയുടെ രക്ഷയ്ക്കായിട്ട് കണ്ണനെത്തുമോ? അപ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് നാളത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്